പഴയ 4 കെട്ടിൻ്റെ 4 ഇറയത്തും കെട്ടുമായിരുന്നു, 10,000-ൽ നിറയ്ക്കുക. 10,000-ലേക്കാണ് ലക്ഷ്മിയെയും ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10,000 നിറഞ്ഞിരിക്കണം, ഒരു വർഷത്തേക്കുള്ളത് നിറയ്ക്കുക, അതാണ് നിറപുത്തരി. പുത്തരി ആഹാരം കഴിക്കുക, എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നല്ല ഉദ്ദേശം എന്നല്ല ഐതിഹ്യം. അതായത് 10,000 നിറയ്ക്കുക എന്നുള്ളതായിരുന്നു പണ്ട് കാലത്തുള്ളത്. കർക്കിടക മാസ ദിവസങ്ങളാണ്, പുണ്യമാസമാണ്. നമ്മളെല്ലാവരും കർക്കിടക മാസം ആകുമ്പോൾ ഓരോരോ രീതിയിൽ ഭക്തിയിലേക്ക് തിരിച്ചു വരാൻ ഈ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് കൊതിക്കുന്ന സമയമാണ്. ഞങ്ങളിന്ന് നമ്മുടെ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലാണ്. എൻ്റെ കൂടെ ക്ഷേത്രം മേൽശാന്തി ശ്രീ കൃഷ്ണരു മനോജുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ എനിക്ക് ഇത്തിരി പ്രയാസമാണ്, പക്ഷേ അത് കേട്ട് അദ്ദേഹം വളരെ ശാന്തനായി ചിരിച്ച് നിൽക്കുകയാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് നിറപുത്തരിയാണ്, അല്ലേ? അമ്പലത്തിലെ നിറപുത്തരി, രാമായണ മാസാചരണം, നിറപുത്തരി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, നിറപുത്തരി നമ്മുടെ വീടുകളിൽ നിറപുത്തരി അമ്പലത്തിൽ നിന്ന് കതിര് കൊണ്ടുവന്ന് വെക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ശാസ്ത്രം, അതായത് നിറപുത്തരി പുത്തരി ആഹാരം കഴിക്കുക, എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നല്ല ഉദ്ദേശം എന്നല്ല ഐതിഹ്യം. അതായത് 10,000 നിറയ്ക്കുക എന്നുള്ളതായിരുന്നു പണ്ട് കാലത്തുള്ളത്. നിറയിൽ, അതായത് കൊയ്തു കൊണ്ടുവരുന്ന നെല്ല് കതിരിൽ ലക്ഷ്മിയെയും, അതിനു മുമ്പ് ഈ കുറച്ച് വൃക്ഷങ്ങളുടെ ഇതൊക്കെ വയ്ക്കും. അതായത് മുള, നെല്ലി, ആല്, മാവ്, ഇതിൽ ലക്ഷ്മിയും വിഷ്ണുവിനെയും കതിരിൽ ലക്ഷ്മിയും പൂജിക്കും. എന്നിട്ട് അപ്പോൾ ഇത് 10,000-ൽ നിറയ്ക്കുന്നതായിട്ടാണ് സങ്കല്പം. പഴയ 4 കെട്ടിൻ്റെ 4 ഇറയത്തും കെട്ടുമായിരുന്നു, 10,000-ൽ നിറയ്ക്കുക. 10,000-ലേക്കാണ് ലക്ഷ്മിയെയും ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10,000 നിറഞ്ഞിരിക്കണം, ഒരു വർഷത്തേക്കുള്ളത് നിറയ്ക്കുക, അതാണ് പുത്തരി എന്ന് പറഞ്ഞാൽ ആ നെല്ലെടുത്ത് കുത്തി ആദ്യമായിട്ട് ആഹാരം വയ്ക്കുന്നതിനാണ്. ഇപ്പോൾ അമ്പലത്തിലാണെങ്കിൽ പാൽപ്പായസമായിട്ടും വെച്ച് നേദിക്കുക, അതാണ് പുത്തരി. ഇപ്പോൾ എല്ലാം പറഞ്ഞ് നിറപുത്തരി ഒന്നിച്ചായി. വേറെ പുത്തരി വേറെ. മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും ഒരു ദിവസവും പുത്തരി. ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പുത്തരി നേദ്യം വേറൊരു ദിവസമാണ്. ഒരു ദിവസമായിരിക്കും, ഇല്ലം നിറയും പുത്തരി വേറൊരു ദിവസമായിരിക്കും. ഇവിടെ ഇപ്പോൾ രണ്ടും ഒരേ ദിവസം തന്നെ. എനിക്ക് തോന്നുന്നു ശ്രീ മനോജി, നമ്മുടെ ഈ ആൾക്കാർക്കൊക്കെ ഭക്തി കൂടുന്നു, അവർക്ക് ഇത്തരം ആചാരങ്ങളോടുള്ള ഇഷ്ടം കൂടുന്നു. പലരും ഇതിപ്പോൾ ഒരു കാത്തിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമായി തോന്നുന്നു. അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് ഒരു 10-20 വർഷത്തിന് മുമ്പത്തെക്കാട്ടിലും ആൾക്കാർക്ക് വിശ്വാസം കൂടി വരുന്നുണ്ട്, സംശയമില്ല. അത് നല്ലൊരു കാര്യമല്ലേ? വീടുകളിൽ ഐശ്വര്യം ഉണ്ടാകാനുള്ളൊരു ഇതാണ് ഇതെല്ലാം. അതുപോലെ തന്നെ കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ രാമായണത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ രാമായണം ശീലുകൾ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. രാമായണം ഒരുവൻ്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിന് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അത് ഓരോരുത്തരുടെയും ഇതല്ല. അതായത് ഇപ്പം ഞാൻ രാമായണം വായിച്ചു എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കണമെന്നില്ലല്ലോ. അത് ആ രാമായണത്തിൽ രാമൻ്റെ ഓരോരുത്തരുടെ അവസ്ഥകളാണല്ലോ പറയുന്നത്. രാമായണം കൊണ്ട് കഥ ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷൻ കടന്നു പോകുന്ന അവസ്ഥകൾ. അത് എല്ലാവരുടെ ജീവിതത്തിൽ ഉള്ളതാണ്. ചിലരുടെ ജീവിതത്തിൽ അത് ഇതുപോലെ ശ്രീരാമനെ പോലെ ആയ ആൾക്കാരുണ്ടോ ഈ കാലത്തിൽ? അതില്ല. അപ്പോൾ അതുപോലെ ആവാൻ ശ്രമിക്കാൻ വേണ്ടി നോക്കുക, അത്രേ ഉള്ളൂ. അതെ. ശ്രീ കൃഷ്ണരു മനോജ് അദ്ദേഹം പറഞ്ഞ ആ ആശയങ്ങൾ അത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു കർക്കിടക മാസത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നവരാത്രിക്കോ എന്തോ ആണ് നമ്മൾ കണ്ടത്, ഉത്സവകാലത്ത് വീണ്ടും അങ്ങനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി.